this is me Raya and I'm 21 years old from Kerala. So this is my first video in my YouTube channel and it's been so long I want to do this. So long. കുറേ വർഷമായിട്ടുള്ള ആഗ്രഹമാണ് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങണം, സ്വന്തമായിട്ട് കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി ഒരുപാട് നാളായിട്ട് ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. കുറേ കാര്യങ്ങൾ കൊണ്ട് ഇത്രയും ഡിലേ ആയി ആൻഡ് ഞാൻ ഇപ്പോൾ എൻ്റെ ഗ്രാജുവേഷൻ കഴിഞ്ഞേ ഉള്ളൂ. സോ എക്സാംസിൻ്റെയൊക്കെ തിരക്കായതുകൊണ്ട് ആ ആഗ്രഹമൊക്കെ കുറച്ച് നാളായിട്ട് കുറച്ച് ഡിലേഡ് ആണ്. ആൻഡ് ഫൈനലി ഹിയർ ഐ ആം ആൻഡ് ഒട്ടും സ്ക്രിപ്റ്റഡോ അല്ലെങ്കിൽ ഒട്ടും പ്രിപ്പയർഡോ അല്ലാത്തൊരു യൂട്യൂബ് വീഡിയോ ആയിരിക്കും ഇത്. ബിക്കോസ് എനിക്ക് പ്രിപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഒന്നും വരത്തില്ല പറയാനായിട്ട്. അപ്പോൾ ഈ ഇന്നത്തെ വീഡിയോ ഇടുന്നതിൻ്റെ മെയിൻ റീസൺ എന്താ വെച്ചാൽ, ഇന്ന് ഞാൻ ഒരു സോളോ ട്രിപ്പ് പോവാണ് ഗൈസ്. ആൻഡ് എനിക്കിപ്പോഴും ഇത് പറയുമ്പോഴും ആലോചിക്കുമ്പോഴും പ്രോസസ്സ് ചെയ്യാൻ പറ്റുന്നില്ല. കാരണം കുറച്ചധികം നാൾ മുന്നേ ഞാൻ ഈ ടിക്കറ്റ് ബുക്ക് ചെയ്തായിരുന്നു. പക്ഷെ എനിക്ക് ടിക്കറ്റ് കൺഫേം ആയിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. കുറച്ച് മുന്നേ ആണ് ടിക്കറ്റ് കൺഫേം ആയത്. അപ്പോൾ still I can process but I'm trying to stay calm and my things are almost packed. ഞാൻ ഓൾമോസ്റ്റ് എൻ്റെ കാര്യങ്ങളൊക്കെ പോവുകയാണെങ്കിൽ ഇൻ കേസ് എന്നുള്ള രീതിയിൽ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് എല്ലാം ബാഗിൽ ഞാൻ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. മെയിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്ന സാധനങ്ങൾ നെസസറി ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ, അല്ലാണ്ട് ഓവർ പാക്ക് ചെയ്തിട്ടില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. പിന്നെ ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഒന്നുകൂടി ക്രോസ് ചെക്ക് ചെയ്യണം ഇനിയിപ്പോൾ ഇറങ്ങുന്ന മുന്നേ. സോ ഇൻ സം അവേഴ്സ് ഐ എം ഗോണ ബോർഡ് ദ ട്രെയിൻ ആൻഡ് ഐ എം ഗോണ ഗോ ടു ഹിമാചൽ പ്രദേശ്. സോ ഇനീഷ്യൽ എൻ്റെ പ്ലാൻ അതാണ്. ഞാനിവിടുന്ന് ഡൽഹിക്കാണ് ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്തിരിക്കുന്നത്. ആൻഡ് ഫ്രം ഡൽഹി ഐ എം ഗോണ ടേക്ക് എ ബസ്, എന്നിട്ട് ഞാൻ ഹിമാചലിൽ പോകാനാണ് ഇപ്പോഴത്തെ പ്ലാൻ. സോ എക്സൈറ്റ്മെൻ്റ് അല്ല, എന്തോ ഒരു ഫീലിംഗാണ്. പേടിയാണെന്ന് ചോദിച്ചാൽ അതും പറയാൻ പറ്റില്ല. കാരണം വീട്ടിൽ അങ്ങനെ പൂർണ്ണ സമ്മതമൊന്നുമില്ല. ഓഫ് കോഴ്സ് ലൈക്ക് എല്ലാവരുടെ വീട്ടിലും കൺസേൺസ് ഉണ്ടാവും, അതുപോലെ എൻ്റെ വീട്ടിലും ഉണ്ടായിരുന്നു. ആൻഡ് എല്ലാവരോടും പറഞ്ഞപ്പോൾ ഒറ്റയ്ക്ക് എന്തിനാണ് പോണേ, ഫ്രണ്ട്സിൻ്റെ കൂടെ പൊക്കൂടെ അല്ലെങ്കിൽ ആരുടെയും കൂടെ പൊക്കൂടെ, അല്ലാതെ ഒറ്റയ്ക്ക് പോകേണ്ട ആവശ്യമുണ്ടോ, ഒറ്റയ്ക്ക് സേഫാണോ, എല്ലാവർക്കും ഫസ്റ്റ് ഉണ്ടാവുന്ന ഒരു കൺസേൺസും പേടിയും ഒക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ നമ്മൾ സ്നേഹിക്കുന്ന ആൾക്കാർക്ക് ആ പേടി പ്രത്യേകിച്ച് ഉണ്ടാവും. അപ്പം അവരൊക്കെ കൺവിൻസ് ചെയ്യാനൊക്കെ കുറച്ച് സമയം വേണ്ടി വന്നു. ഇപ്പോൾ വിളിച്ച് ഞാൻ ഓരോ ആൾക്കാരുടെ അടുത്ത്, അത്യാവശ്യം അറിയുന്ന ആൾക്കാരുടെ അടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ എല്ലാവർക്കും ആ പേടിയുണ്ട് നല്ലോണം. സോ എനിക്ക് നല്ല പേടിയുണ്ട്. പക്ഷേ ഒരുപാട് വർഷമായിട്ടുള്ള എൻ്റെ ആഗ്രഹമാണ്, പ്ലസ് ടു കഴിഞ്ഞപ്പോൾ ഒരു വർഷം ഞാൻ ഇതുപോലെ ബാഗൊക്കെ പാക്ക് ചെയ്ത് ഇറങ്ങിയതാണ്. അപ്പം അമ്മ പറഞ്ഞു, വേണമെങ്കിൽ അച്ഛൻ്റെ ഇവിടെ വരെ പോയിട്ട് വന്നു, അല്ലെങ്കിൽ ഇവിടെ അടുത്ത് എവിടെ പോയിട്ട് വന്നു, എറണാകുളം വരെ പോയിട്ട് വന്നു, അല്ലാതെ അങ്ങോട്ടുള്ള യാത്രയൊന്നും ഇപ്പോൾ നടക്കില്ല. കാരണം എനിക്ക് 17-18 വയസ്സേ ആയിട്ടുള്ളൂ. ഇപ്പോൾ നീ പോവാനായിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് എന്നെ കുറേ പിടിച്ചു വെച്ചു. അപ്പോൾ അങ്ങനെ കുറേ എൻ്റെ പ്രൊട്ടസ്റ്റൊക്കെ കഴിഞ്ഞ് ഫൈനലി ഫുള്ളി കൺവിൻസ്ഡ് അല്ലെങ്കിലും ഒരു ഹാഫ് കൺവിൻസ്ഡ് ആണ്. പോയി ഞാൻ പ്രൂവ് ചെയ്ത് കൊടുക്കണം, ഐ ആം കേപ്പബിൾ ഓഫ് ഡൂയിങ് ദിസ് എന്ന് ഞാൻ പ്രൂവ് ചെയ്ത് കൊടുത്താലേ അവർക്ക് സന്തോഷമാവുള്ളൂ. ഇപ്പോഴും അവർക്ക് നല്ല ടെൻഷനുണ്ട്, എനിക്ക് നല്ല ടെൻഷനുണ്ട്. പക്ഷെ അത് അവരുടെ പറയാൻ പറ്റില്ല, എനിക്ക് ടെൻഷനുണ്ട്, എനിക്ക് പേടിയുണ്ടെന്ന്. അപ്പോൾ ഞാനിങ്ങനെ പുറത്ത് ഭയങ്കര പ്രിറ്റൻഷ്യസ് ആയിട്ട് ഞാൻ ഭയങ്കര കോൺഫിഡൻ്റ് ആണ്, എനിക്ക് പോയാൽ ഒരു പ്രശ്നം പറ്റില്ല എന്നുള്ള ഇതൊക്കെ നിൽക്കുകയാണ്. പക്ഷെ ഇപ്പോഴും എന്താ പറയുക, നല്ല പേടിയുണ്ട്. പിന്നെ എന്താ, ഓൾമോസ്റ്റ് എല്ലാം പാക്ഡ് ആണ്, വേറെ ഒന്നുമില്ല. എനിക്ക് ഐ എം നോട്ട് ഫെമിലിയർ ഓർ എൻ എക്സ്പേർട്ട് ടു ഡു വ്ളോഗ്സ് ആൻഡ് ക്രിയേറ്റ് തിങ്സ്. ഐ എം സ്റ്റാർട്ടിങ് ഇറ്റ് നൗ ആൻഡ് ഐ എം ട്രൈങ് ടു ലേൺ ഫ്രം ഇറ്റ്. അപ്പോൾ ഈ പ്രോസസ്സിൽ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടും അതുപോലെ തന്നെ വിഷസും ഐ ഹോപ്പ് ഫോർ ദാറ്റ്. ആൻഡ് എന്താ പറയുക, അതൊക്കെ തന്നെ, വേറെ ഒന്നും എനിക്ക് പറയാനില്ല, ഇത്രയൊക്കെ ഉള്ളൂ. പിന്നെ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കുക, കാരണം ഞാൻ പഠിക്കുന്നേ ഉള്ളൂ ഇപ്പം വ്ളോഗ് ചെയ്യാനൊക്കെ. അപ്പോൾ ഇഷ്ടംപോലെ തെറ്റുണ്ടാവും. പിന്നെ അത്ര അടിപൊളി എഡിറ്റിങ്ങും അത്ര അടിപൊളി ക്യാമറ ക്വാളിറ്റിയും ഓഡിയോ ക്വാളിറ്റിയൊക്കെ ഉണ്ടാവുമോ ചോദിച്ചാൽ എനിക്കറിയില്ല. ഇപ്പം ഇങ്ങനെയൊക്കെയാണ് ചെയ്യാൻ എൻ്റെ ഉദ്ദേശം. അപ്പോൾ അതൊക്കെ എക്സ്പെക്റ്റ് ചെയ്താൽ മതി. പിന്നെ അപ്പം മെയിനായിട്ട് എൻ്റെ പേർപ്പസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഐ വോണ്ട് ടു ഡോക്യുമെൻറ്റ് ദിസ് ഫോർ എവർ. ഐ വുഡ് ലൈക്ക് ടു ചെറിഷ് ദ മൊമെൻറ്റ്സ്.
പിന്നീടുള്ള കാലങ്ങളിൽ ഇതൊക്കെ എടുത്ത് നോക്കുമ്പോൾ ഒരു നല്ല മെമ്മറി ആയിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ എന്താ ഡോക്യുമെൻറ്റേഷൻ കൂടിയാണ് എൻ്റെ ആഗ്രഹം. അപ്പോൾ വീഡിയോ ഒക്കെ എടുത്ത് അപ്ലോഡ് ചെയ്യുമ്പോൾ എന്തായാലും അവിടെ കിടക്കുമല്ലോ, കുറേ നാൾ കഴിഞ്ഞിട്ടാണെങ്കിലും എടുത്ത് നോക്കാം. പിന്നെ എൻ്റെ അടിപൊളി ഫോൺ ആകെ 128 GB ഉള്ളൂ. അപ്പം സ്റ്റോറേജ് ഇല്ലാത്തതുകൊണ്ട് എനിക്ക് വീഡിയോ അപ്പോൾ ഡിലീറ്റ് ചെയ്യേണ്ടി വരും. So of course I want to store it somewhere and I hope like you guys will be there with this journey and thank you for everything. Like, share and subscribe and please support me. And if any advices or suggestions that you want to give me for the solo trip, you can DM me. കാരണം പുതിയതാണ്. അങ്ങനെ എൻ്റെ യാത്ര തുടങ്ങാൻ ഈ ഏതാനും മണിക്കൂർ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇനിയിപ്പം കുറച്ച് അല്ലാസുള്ള പരിപാടി ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ എന്തായാലും കണ്ടിന്യൂ ആയിട്ട് ഓരോ ഡേ വെച്ച് വ്ളോഗ് ചെയ്യുന്നതായിരിക്കും. സോ സ്റ്റേ ട്യൂൺഡ്. ടിൽ ദെൻ ബൈ, ലവ് യു. ഓക്കെ ഗൈസ്, അപ്പോൾ ഞാൻ എൻ്റെ പാക്കിംഗ് പരിപാടിയൊക്കെ ഓൾമോസ്റ്റ് ഡണ്ണാണ്. അപ്പോൾ ഞാൻ ഇനി പോയി ഒന്ന് കുളിച്ചിട്ട് റെഡി ആവേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ. ഐ തിങ്ക് റെസ്റ്റ് എവറിത്തിങ് ഇസ് സോർട്ടഡ്. ആൻഡ് ഞാൻ ഇനി പോയിട്ട് അയ്യോ എനിക്ക് ആലോചിക്കുമ്പോൾ തന്നെ ടെൻഷനാണോ. ഓൾമോസ്റ്റ് എല്ലാം പാക്ക് ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ചു. അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ കൊണ്ടുവന്നത്. ഈ 2 ബാഗ്, ആക്ച്വലി ഇത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആദ്യം. പിന്നെ പാക്ക് ചെയ്ത് വന്നപ്പോൾ സാധനങ്ങൾ കൂടിയത് കൊണ്ട് ഞാൻ ഇതും കൂടി എടുത്തു. പിന്നെ ഇതിലുള്ളതൊക്കെ ഫുൾ സ്നാക്സ് ഒക്കെയാണ്, ചോക്കോസ്, ബിങ്കോ, അങ്ങനത്തെ സാധനങ്ങളൊക്കെ. അത് ഞാൻ 2 ദിവസം ട്രെയിനിലിരിക്കുമ്പോഴേക്കും അത് ആ ബാഗ് മൊത്തം തീർന്നുള്ളൂ. അപ്പോൾ ഇത് രണ്ടുമാണ് ഞാൻ ഇപ്പോൾ കൊണ്ടുപോകുന്നത്. അപ്പോൾ അത്രയേ ഉള്ളൂ. ഞാൻ ഈ ട്രെയിൻ കയറിയിട്ട് കാണിച്ചു തരാം. അങ്ങനെ ഫൈനലി ഞാൻ ട്രെയിനിൽ കയറി. ഇപ്പോൾ എടുത്തേ ഉള്ളൂ ട്രെയിൻ. അവിടെ ആരും ഇല്ല, ഞാൻ ഒറ്റയ്ക്കാണ്. ഇപ്പോൾ കംഫർട്ടബിൾ ആണ്. കുറച്ച് കഴിഞ്ഞാൽ എങ്ങനെയാവുമെന്ന് അറിയില്ല. ഹലോ ഗൈസ്, അപ്പോൾ എനിക്ക് എൻ്റെ കോ പാസഞ്ചേഴ്സ് ആയിട്ട് കിട്ടിയത് കേരള പോലീസിനെയാണ്. ഹായ് സർ. അപ്പോൾ ഇനിയിപ്പോൾ ഫുൾ സെക്യൂരിറ്റി ആണ്, പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. സോളോ ട്രിപ്പ് ആണെന്നുകൊണ്ട് ചെറിയ പേടിയൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ അത് ഇവർ മാറ്റി തന്നു. ഓക്കെ, അവർ അടുത്ത സ്റ്റേഷനിൽ ഇറങ്ങി ഗൈസ്. അവർ ഡ്യൂട്ടി പോലീസാണ്. അപ്പോൾ വന്നടുത്തിരുന്നു കുറേ കാര്യങ്ങൾ പറഞ്ഞു. കേരള പോലീസിൻ്റെ ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യിപ്പിച്ചു. അതിലുള്ള ഫെസിലിറ്റീസും കാര്യങ്ങളൊക്കെ എനിക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തന്നു. ആൻഡ് ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്യുന്ന ആൾക്കാർക്ക് ഭയങ്കരമായിട്ടും ബെനിഫിറ്റ് ചെയ്യുന്ന ഒരു ആപ്പാണ് പോൾ ആപ്പ് എന്ന് പറയുന്നത്. പോൾ കേരള പോലീസിൻ്റെ ആപ്പ്. ഈ ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്യുന്ന ആൾക്കാർ ഡീറ്റെയിൽസ് ഒക്കെ അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഈ റെയിൽവേയിൽ വർക്ക് ചെയ്യുന്ന പോലീസുകാർ എപ്പോഴും അവരെ മോണിറ്റർ ചെയ്യും. എന്തെങ്കിലും ലോസ്റ്റ് ആൻഡ് ഫൗണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും പാസഞ്ചേഴ്സായിട്ട് എന്തെങ്കിലും പ്രശ്നമോ അല്ലെങ്കിൽ നമുക്ക് അൺകംഫർട്ടബിൾ ആയിട്ട് ഫീൽ ചെയ്താലും ഒക്കെ ആ ആപ്പിൽ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ എന്താ പറയുക നടപടി ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഭയങ്കര രസമായിരുന്നു. അവർ രണ്ടുപേരും ഒരുപാട് സംസാരിച്ചു, ഒരുപാട് കാര്യങ്ങൾ എനിക്ക് പറഞ്ഞു തന്നു, സേഫായിട്ട് പോയിട്ട് വരാൻ പറഞ്ഞു. അപ്പോൾ ആദ്യം തന്നെ ഇങ്ങനെ ഒരു തുടക്കം കിട്ടിയത് ഭയങ്കര ഒരു എന്താ പറയുക നല്ല കാര്യമാണ്. പിന്നെ അത്രയേ ഉള്ളൂ. ഇനിയിപ്പോൾ ഞാൻ കിടന്നുറങ്ങാൻ പോവാണ്. ഞാൻ കേരള എക്സ്പ്രസ്സിലാണ് പോകുന്നത്, 3rd AC-ലാണ്. അപ്പം ഓൾമോസ്റ്റ് ഇപ്പോൾ എല്ലാം സോർട്ടഡാണ്, കൂളായിട്ടിരിക്കുകയാണ്. ഇനി ഡയറി എടുത്ത് വെച്ചിട്ടുണ്ട്, കുറച്ച് ഡയറി എഴുതണം. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ കിടന്നുറങ്ങും. നാളെ മൊത്തം ഉറങ്ങാനാണ് എൻ്റെ പ്ലാന്. ട്രെയിനിൽ വേറെ ഒന്നും ചെയ്യാനില്ല. കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ ഉറങ്ങി ഭക്ഷണം കഴിച്ച് ചില്ലായിട്ട് ഇനി പോയിട്ട് അവിടെ എന്തൊക്കെ ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്യണം. അപ്പോൾ കേരള സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് ഓൾമോസ്റ്റ് ഐ തിങ്ക് ഓൺ ടൈം തന്നെ അവിടെ എത്തുന്നു. ഡിലേ ഉണ്ടാവുമെന്നൊന്നും എനിക്കറിയില്ല. അതിനനുസരിച്ച് വേണം ഇനി അടുത്ത ബസ്സോ അങ്ങനെ എന്താ വെച്ചാൽ അവിടെ നിന്ന് ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. താഴെ കുറച്ച് ശബ്ദമുണ്ട്. ഓക്കെ, അപ്പം അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇതാണ് എൻ്റെ ഡേ 1 ഓഫ് ട്രാവലിംഗ് ആൻഡ് സ്റ്റാർട്ട് ഓഫ് ട്രാവലിംഗ് എന്ന് വേണമെങ്കിൽ പറയാം. അത്രയേ ഉള്ളൂ. ഇനിയിപ്പം ഡേ 2 ഓഫ് ട്രാവലിംഗ്, ഡേ 3 ഓഫ് ട്രാവലിംഗ് ഒക്കെ വരുന്നതായിരിക്കും. സോ സ്റ്റേ ട്യൂൺഡ് ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് ഡു സബ്സ്ക്രൈബ് മൈ ചാനൽ ബിക്കോസ് ഐ ഗെസ് ഇതിടുമ്പോൾ എനിക്ക് വേണമെങ്കിൽ 0 സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കും, കാരണം ഞാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ. So please show the love through subscribe
like and comments. uh, that's it. Thank you. Stay tuned. Love you guys.